ഒരു കാര്യം നേരത്തെ പ്രേംകുമാർ പറഞ്ഞല്ലോ, അതിൽ കൊടിയുടെ നിറമൊന്നും ഇതിനകത്ത് ഡിഫൻസ് വരില്ല. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ദൃശ്യം കൂടി ഞാൻ പ്രേംകുമാറിനെയും ജ്യോതികുമാർ ചമക്കാലയും കാണിക്കാം. നേരത്തെ മുകേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ന്യായീകരണത്തിന് ഇടതുകൊടിയുടെ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ കൊടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ന്യായീകരണത്തിൽ നിന്ന് അദ്ദേഹം ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിരുന്നതാണ് പ്രതിരോധമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തിയിരുന്നത് അല്പസമയം മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ചെങ്കൊടി ഒഴിവായിട്ടുണ്ട്. ചെങ്കൊടി ഒഴിവാക്കിയാണ് അദ്ദേഹം ആ ന്യായീകരണത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നത്. ഞങ്ങൾക്കൊപ്പം ദിലീപ് ദേവസി കൂടി ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. ദിലീപ് ദേവസ്യ, ചെങ്കൊടി ഒഴിവാക്കി, അതായത് പാർട്ടി പ്രതിരോധം വേണ്ട എന്ന് മുകേഷിന് മുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഈ വിഷയത്തിൽ ചെങ്കൊടിയെ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി ന്യായീകരണം സ്വന്തം ഫോട്ടോയിലാക്കിയത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെങ്കിൽ കരുതും. കാരണം അല്പം മുമ്പ്, അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം രൂക്ഷ വിമർശനം മുകേഷ് നേരിട്ടിരുന്നു. അതായത് മുകേഷിനെതിരെയുള്ള പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ വിമർശനം. അതിൽ വിമർശനത്തിൽ കൂടാതെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, അന്വേഷണം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് കമൻറ്റിലും മുകേഷ് പറഞ്ഞിരിക്കുന്നത്, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ മുകേഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കടലിൽ ബോട്ടിൽ ഇരുന്നു കൊണ്ട് കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു മുകേഷ് പോസ്റ്റ് ചെയ്തത്. പക്ഷേ വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളെല്ലാം വന്നതിനെ തുടർന്ന് മുകേഷ് ഇപ്പോൾ ആ ഫോട്ടോ മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോട്ടോ വെച്ചിരിക്കുന്നു. അതിന് പിന്നിൽ ഒരുപക്ഷെ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ വഴങ്ങിക്കൊണ്ട് ആയിരിക്കാം ഇത്തരത്തിൽ പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഫോട്ടോ മാറ്റി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോട്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോ ഒരുപാട് അർത്ഥങ്ങൾ വേണമെങ്കിൽ പറയാം. നേരത്തെ പാർട്ടി എല്ലാം തന്നെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സിഗ്നലാണ് ആ കൊടി പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകനായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒരു വാചകത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്പസമയം മുമ്പ് വരെ, ഏകദേശം 3 മണിക്കൂർ മുമ്പ് വരെ അദ്ദേഹം കൊടിയുടെ പശ്ചാത്തലമായിരുന്നു, കൊടി മാറ്റി ചിരിക്കുന്ന ഫോട്ടോയായി. എന്തിന്റെ സൂചനയാണ് പ്രേംകുമാർ? എന്തായിരുന്നാലും ഓക്കെ, നിങ്ങളുടെ സെമിയോട്ടിക് റീഡിംഗ് ഗംഭീരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിനെ പോലെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ സിനിമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ഇന്നോവയിൽ നിന്ന് എന്താ പറയുക ചുവന്ന ബോർഡ് മാറ്റുക, എന്നിട്ട് ആ കാറ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വീഡിയോ എടുത്ത് മീഡിയയ്ക്ക് കൊടുക്കുക, അതിനുശേഷം പിറ്റന്നാൾ എന്താ പറയുക റിസൈൻ ചെയ്യുക, മീഡിയയെ എനിക്ക് കാണേണ്ടതില്ല മംഗലശ്ശേരി നീലകണ്ഠനെ എന്ന് പ്രസ്താവന ഇറക്കുക. ഇതേ ലൈനിൽ തന്നെയാണ് മുകേഷും പോകുന്നത്. എങ്കിലത് ആശ്വാസമാണ്. കേരളത്തിൽ ഇടതിനൊപ്പം നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനസ്സുകൾക്ക് ആശ്വാസമുണ്ടാകുന്ന ഒരു ഫോട്ടോ ചേഞ്ചിങ് ആണിത് എന്ന് പറയാൻ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നുള്ള കൊടിമാറ്റം. അല്ല, അവിടെയാണ് അരുണെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രാവിലെ തന്നെ പരാതിക്കാർ അല്ലെങ്കിൽ ഇതിന് പീഡിതർ പരാതി കൊടുത്തിട്ട് ഇതുവരെ FIR ഇട്ടിട്ടില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ FIR ഇടാൻ പോലും താമസം ഉണ്ടാകുന്നു. ഏതായാലും പ്രേംകുമാറിൻ്റെ വാദഗതികൾ ശരിയാണെങ്കിൽ അത് ജനാധിപത്യ കേരളത്തിന് ഭൂഷണമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും അദ്ദേഹം പറയുന്നു ഇതൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഇവിടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാമല്ലോ. ഏറ്റവും അവസാനം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ CBI എൻക്വയറി എവിടെ എത്തി നിൽക്കുന്നത്? ആ CBI എൻക്വയറിയിൽ പറഞ്ഞിരിക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ അഥവാ ആ വിവാദ നായികയിൽ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിക്ക് ഒരു കുട്ടിയുണ്ട് എന്ന് മാത്രമാണ് CBI എൻക്വയറിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും അങ്ങനെയുള്ളവരുടെ പേര് പോലും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കെ ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടാണ് അവരെ പോലും മന്ത്രിസഭയിൽ എടുത്തതെന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ പ്രേംകുമാറെ? അങ്ങനെ ആ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ ആത്മയുടെ പ്രസിഡൻ്റാണ് എന്ന്, അതുപോലെ അവസരം നിഷേധിച്ചുവെന്നും സീരിയലിൽ ഉൾപ്പെടെ അവസരം നിഷേധിച്ചുവെന്നും അത് ആത്മയുടെ പ്രസിഡൻ്റാണെന്നും ആത്മയുടെ പ്രസിഡൻ്റ് ഒരു നടൻ കൂടിയാണെന്നും കൃത്യമായി ആരാണെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള റിപ്പോർട്ടുകളിരിക്കെ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തുന്നേ. MLA ആയിരുന്ന അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു. അവിടെയാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ മുകേഷിനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു. അവിടെ പാർട്ടിയുടെ നിലപാട് കൊടിയെടുത്തപ്പോൾ പിന്നെ എങ്ങനെയാണ് മുകേഷ് കൊടിയെടുക്കാതിരിക്കുക?
മുകേഷ് കൊടിയെടുത്തതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് മുകേഷിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ ശ്രമിച്ചപ്പോൾ ആ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതുകയും ആ ചെങ്കൊടി എടുക്കുകയും സ്വാഭാവികമാണ്. പോസ്റ്റിന് താഴെ വന്ന കമന്റുകളൊക്കെ കുറച്ച് വായിച്ചു നോക്കുകയായിരുന്നു. ആ കമന്റുകൾ അസഹ്യമായി. അത് ഇട്ടിരിക്കുന്നതിൽ പലതും ഇടതുപക്ഷക്കാരാണ്. അങ്ങനെ ഒരു ബോധ്യം ആ ഇടതുപക്ഷത്തെ അണികൾക്കുണ്ട്. ആ അണികളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകൾ കൂടി കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മാറ്റിയത്. ജില്ലാ സെക്രട്ടേറിയറ്റിലും കടുത്ത വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരത്തെ കോൺഗ്രസിലെ MLA-മാർ അങ്ങനെ പ്രതിഷേധം ഇതേപോലെ കുടുങ്ങുന്ന സമയത്ത് ഇത്ര വലിയ പ്രതിഷേധമൊന്നും പാർട്ടിക്കുള്ളിൽ നിന്നും വലിയ രീതിയിൽ കണ്ടില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ഏത് ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള കേസിലേക്ക് പെട്ടിട്ടുള്ളതെന്ന് ശ്രീ എം വിൻസെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ചും നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് കേരളീയ സമൂഹത്തിനും ബോധ്യമുണ്ട്. അതിനകത്തുള്ള രാഷ്ട്രീയമായ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്നും ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അന്നും